ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. 80കളിൽ കുട്ടികളുടെ ഫേമസ് ആയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് മിൽക്ക് പേട റെസിപ്പി. വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ച്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ മിൽക്ക് പേട തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ മിൽക്ക് പേട എന്ന് വെച്ചാൽ. ഞാനിവിടെ 2 ഷേപ്പിലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതേ രീതിയിലൊരു മിൽക്ക് പേട തയ്യാറാക്കി നോക്കൂട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ കടായിലോട്ട് ഒരു ബൗളോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഒരു ബൗളോളം സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. നെയ്യൊക്കെ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ബൗൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഈ മൈദയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരും. നമ്മുടെ മൈദ നല്ലതുപോലെ സോഫ്റ്റായി വരും. ആദ്യമൊന്ന് ഹാർഡായെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്ത് വേവിക്കുന്നതിനനുസരിച്ച് അത് സോഫ്റ്റായി നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് പെർഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതേ രീതിയിൽ നമ്മൾ ബൗളിലോട്ട് മാറ്റി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കേണ്ടതാണ്. നല്ലതുപോലെ ഒന്നും ചൂടാറൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടുകയും വേണം. ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അതിനു വേണ്ടി ഞാനൊരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ മൈദയ്ക്ക് 3/4 ബൗൾ പഞ്ചസാര എന്ന രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. കൂടാതെ ഇതിലോട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിക്ക് പകരം നമുക്ക് 2 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടായത് കൊണ്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ മൈദയുടെ, ആ മിക്സിലോട്ട് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇളം ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സ് ഇളം ചൂടുണ്ട്, ആ ചൂടോടെ തന്നെ നമ്മളിതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇളം ചൂടായത് കൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാവുന്നതാണ്. ഇതേ രീതിയിലൊക്കെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൽ നമ്മൾ ഇച്ചിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തോട്ടും പ്രസ് ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കണം. നല്ലതുപോലെ ഫിനിഷിങ് വരുത്തണേ. ഞാൻ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടൈപ്പിൽ പാൽപ്പേട തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ ടൈപ്പിലും പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലും തയ്യാറാക്കുന്നുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി ഡെക്കറേഷന് വേണ്ടി ബദാം കട്ട് ചെയ്തത് ഓരോ സ്ക്വയറിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പാൽപ്പേട പെട്ടെന്ന് സെറ്റാൻ വേണ്ടി നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം. ഒരു 2-3 മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായി വരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പാൽപ്പേട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിവിടെ 2 ഷേപ്പിൽ പാൽപ്പേട തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you for watching my video.